വരുന്ന ഒരു 2 ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഒന്ന് സെർവൈക്കൽ ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം. സ്ത്രീകളെ നമ്മൾ അതിന് പരിശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും തനിയെ എക്സാമിനേഷൻ ചെയ്യുന്നു. ഇപ്പോൾ പീരീഡ്സിന്റെ ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം കണ്ടുപിടിക്കുന്നു, സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നു. എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ലംബോ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ മാമോഗ്രാം ഇപ്പൊ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മാമോഗ്രാം ചെയ്യുന്ന വഴിയായിട്ട് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ FNAC എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, നീഡിൽ ബയോപ്സിയാണ്. അത് നമ്മൾ OPD തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രൊസീജിയർ. ഇപ്പൊ എന്തെങ്കിലും ലംബ് ഉണ്ട്, നമുക്കൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നി, എന്തൊരു സംശയം തോന്നി ലംബിലാണെങ്കിൽ നമുക്ക് നീഡിൽ വെച്ച് ബയോപ്സി ചെയ്ത് അയക്കാം. എന്തെങ്കിലും ചെറിയ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസർ വല്ലതും ആണെങ്കിൽ നമുക്ക് ആ ലംബ് മാറ്റാം, അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ രോഗം അധികമായി പോകാതെ, അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഫോർത്ത് സ്റ്റേജ് ട്രീറ്റ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. അതിലോട്ട് പോകാതെ കൂടുതൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകാണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ